ഹലോ എവരിവൺ, വെൽക്കം ടു ഓട്ടോടോക്സ്. ആണ് നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ മത്സരം, അതായത് ഈസ്റ്റർ ദിനം സൺഡേ ആണ്. അപ്പോൾ രണ്ട് മത്സരം ഉണ്ടായിരുന്നു. ഫസ്റ്റ് മത്സരം എന്ന് പറയുന്നത് LSGയും SRHും കൂടിയിട്ടായിരുന്നു. ഇഷൻ കിഷൻ്റെ ടീമും ഋഷഭ് പന്തിൻ്റെ ടീമും. അപ്പോൾ ആദ്യം ബാറ്റ് ചെയ്തത് നമ്മുടെ SRH ആണ്. അപ്പോൾ SRH ബാറ്റ് ചെയ്യാൻ വരുമ്പോൾ അറിയാലോ, 300 ഈ ടീം അടിക്കുന്നത്. അവർക്ക് അതിനെ കുറഞ്ഞൊരു സ്കോറില്ല. അപ്പോൾ ഇന്ന് എന്തായാലും അതിന് നേരെ വിപരീതമായിട്ട് 6 ഓവറിൽ 24 റണ്ണ് പോലും എടുക്കാൻ പറ്റാതെ വളരെ മൂഞ്ചിത്തെറ്റിയ അവസ്ഥയിലായിരുന്നു SRH തുടങ്ങിയത് തന്നെ. SRHനെ നമ്മൾ ഈ സീസൺ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ അനാലൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ടീമിന് ബാറ്റേഴ്സ് മാത്രമേ ഉള്ളൂ, ഈ ടീമിന് ബോളേഴ്സ് ഇല്ല. ബാറ്റ്സ്മാൻമാർ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ഈ ടീമിന് വിജയിക്കാനായിട്ട് സാധിക്കുള്ളൂ. ബോത്ത് സ്പിൻ ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ തന്നെ സീം ഡിപ്പാർട്ട്മെൻറ്റ്, ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലും നമുക്ക് പ്രതീക്ഷ വയ്ക്കാവുന്ന ഒരു പ്ലെയർ പോലും ഇല്ല. ബാറ്റിങ്ങിൽ അത്യാവശ്യം നല്ല ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ട്. ബാറ്റേഴ്സ് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കളികൾ വിജയിക്കാം. അപ്പോഴും ഒരു കിരീടോ അല്ലെങ്കിൽ പ്ലേ ഓഫൊക്കെ അതിമോഹമാവും. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞുള്ള കേസാണ്. അപ്പോൾ ആദ്യം SRH ബാറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും 200 മുകളിൽ 250 അടുത്ത് വെക്കുന്ന ഒരു സ്കോറൊക്കെ അടിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ജയിക്കാൻ സാധിക്കില്ല. കാരണം ബോൾ ചെയ്യാനുള്ളത് ഈ ഉന്നത്കടും ഈ ഹർഷൽ പട്ടേലും ഒക്കെയാണ്. അപ്പോൾ ഇവരെ വെച്ചിട്ട് എത്രത്തോളം വലിയ സ്കോറായാൽ പോലും നമുക്ക് ഡിഫെൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ പക്ഷേ അതായത് ബാറ്റിങ്ങും ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു SRHൻ്റെ ഭാഗത്ത് നിന്ന്. തുടക്കം തന്നെ അഭിഷേക് ശർമ്മ പോകുന്നു, പിന്നീട് ഹെഡ് പോകുന്നു. ലിവിങ്സ്റ്റൺ 20 ബോൾ വേസ് ചെയ്യുന്നു. ലിവിങ്സ്റ്റൺ ആദ്യമായിട്ട് SRHന് വേണ്ടി കളിക്കാറങ്ങും 20 ബോൾ വേസ് ചെയ്ത് 14-15 റൺസ് എടുത്ത് പുറത്താവുന്നു. പവർ പ്ലേ കഴിയുമ്പോൾ 22 റൺസ് മാത്രമാണ് SRHൻ്റെ സ്കോർ ബോർഡിലുള്ളത്. അതായത് റൺ റേറ്റ് 6 പോലും ഇല്ല. ബോൾ പെർ റണ്ണ് പോലും അടിക്കാതെ വളരെ ദയനീയമായ അവസ്ഥയിൽ SRH ഒരു ചെറിയ സ്കോർ ഇങ്ങനെ അത്രയും ചെറിയ സ്കോറിൽ ഒതുങ്ങുമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. നിതീഷ് കുമാർ റെഡ്ഡിയുടെയും ക്ലാസിൻ്റെ ഇന്നിങ്സ് ഇല്ലായിരുന്നെങ്കിൽ വളരെ പരിതാപകരമായി പോകാൻ SRHൻ്റെ അവസ്ഥ. സ്റ്റിൽ 20 ഓവറിൽ 156 റൺസ് മാത്രമാണ് SRHന് ബോഡി ചേർക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 1-2 സീസണുകളായിട്ട് പവർ പ്ലേ ഫസ്റ്റ് ബോൾ തൊട്ട് 6 അടിച്ച് കൊടുക്കുന്ന SRH എന്ന് പറയുന്നത് 250, 260, 270 അങ്ങനെ വലിയ സ്കോറുകളൊക്കെ സ്കോർ ബോഡി ചേർത്ത് IPL തന്നെ ഒരു സ്കീമാറ്റിക്സ് ഒക്കെ മാറ്റി മറിച്ച് വന്നൊരു ടീമായിരുന്നു. ആ ടീമിന് ഇത്തരത്തിലുള്ളൊരു ഊച്ചാളി സ്കോറിലോട്ട് പവർ പ്ലേയിലൊക്കെ തള്ളിവിടാന്ന് പറഞ്ഞാൽ അതിലൊറ്റ പേരേ ഉള്ളൂ, മുഹമ്മദ് ഷമി. ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച ഫാസ്റ്റ് ബോളേഴ്സിൽ ഒരാൾ. ഇന്ന് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കിട്ടില്ല. 4 ഓവറിൽ 9 റൺസ് മാത്രം വഴങ്ങിയിട്ടാണ് അദ്ദേഹം 2 വിക്കറ്റ് എടുത്തേക്കുന്നത്. ബ്രില്യൻ പെർഫോമൻസ്. ആ പവർ പ്ലേ തീർന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ ഓവറുകളൊക്കെ തീരുണ്ടായി. 4 ഓവറിൽ 9 റൺസ്. ഈ ബാറ്റ്സ്മാൻമാരുടെ ഈ ഒരു അതായത് ബാറ്റ്സ്മാൻമാരുടെ ഭരിക്കുന്ന IPL ഇതുപോലത്തെ ഒരു സ്പെല്ല്, അത് ഓപ്പണിങ് സ്പെല്ല് ചെയ്യാനായിട്ട് ഏത് ബോളറുണ്ട്? ഇപ്പോൾ നമ്മൾ ബുംറയൊക്കെ ഉണ്ട്. ബുംറയൊക്കെയാണ് ഇപ്പോൾ ഒരു സീം ബോളേഴ്സിൽ ഏറ്റവും മികച്ച രീതിയിൽ എറിയുന്ന ബോളർ. ബുംറ പോലും ഇത്തരത്തിലുള്ളൊരു ഫിഗർ IPL എറിഞ്ഞിട്ടില്ല. അതും ഇന്ത്യൻ ടീമിൽ ഇപ്പോൾ നിലവിൽ കളിക്കാനില്ലാത്ത, കഴിഞ്ഞ സീസൺ SRHലൊക്കെ കഴിഞ്ഞ സീസൺ മോശം പെർഫോമൻസ് കാഴ്ചവെച്ച ഇതേ ഷമ്മിയാണ് ഈ സീസൺ മാതിരി തീക്കനൽ പെർഫോമൻസ്. ഒന്നും പറയാനില്ല. ഇന്നത്തെ പ്ലെയർ ഓഫ് ദ മാച്ച് ഷമ്മിയായിരുന്നു. ആ പഴയ ആ ഒരു നമ്മൾ ഇന്ത്യക്ക് വേണ്ടി ടെസ്റ്റൊക്കെ കളിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സ്വിങ്ങിങ് ഷമിയുണ്ട്. ഇന്ത്യക്ക് വേണ്ടി വേൾഡ് കപ്പിലൊക്കെ നല്ല കിടിലൻ പെർഫോമൻസ് കാഴ്ചവെച്ച ആ ഷമ്മിയുടെ ആ ഒരു പെർഫോമൻസ് ആണെന്ന് പുള്ളിയുടെ പുറത്തെടുത്തത്. മറ്റാരും കണ്ണും പൊട്ടി കൊടുക്കാം പ്ലെയർ ഓഫ് ദ മാച്ച്. 4 ഓവറിൽ 9 റൺസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ IPL ഈ കാലത്ത് IPL ഒറ്റ ബോളർക്ക് അങ്ങനെ എറിയാൻ പറ്റില്ല. റണ്ണേ ബോൾ പോലും, അതായത് 4 ഓവറിൽ 24 റണ്ണ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഗ്രേറ്റ് ഓവറായിട്ട് അത് മാറുമ്പോൾ എറിഞ്ഞ പന്തുകളുടെ പകുതിയിൽ താഴെ റൺസാണ് അദ്ദേഹം കൊടുത്തേക്കുന്നത്. പിന്നീട് 156 റണ്ണ് ചേസ് ചെയ്യുക എന്ന് പറയുന്ന LSG വളരെ സിമ്പിളായിരുന്നു. പന്ത് അനാവശ്യമായിട്ട് ഓപ്പണിംഗ് കയറി ഇറങ്ങിയൊന്നുമില്ല. അദ്ദേഹം വൺ ഇറങ്ങി. ഓപ്പണിംഗ് മാർക്രം ആയിരുന്നു. മാർക്കർ അത്യാവശ്യം നല്ല ഇന്നിങ്സ് കളിച്ചു. പിന്നെ പന്ത് അധികം റിസ്കിനൊന്നും മുതിർന്നില്ല. ലാസ്റ്റ് ഓവർ വരെ കളി പോയി. ഒരു പക്ഷേ മികച്ച ബോളേഴ്സ് ഉണ്ടെങ്കിൽ സൺറൈസേഴ്സിന് കളി പിടിക്കാമായിരുന്നു. മികച്ച ഡെത്ത് ബോളേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും ഇപ്പോൾ ദേശ്പാണ്ഡെ പോലത്തെ ഒരു ബോളറാണെങ്കിൽ പോലും ഇന്നത്തെ കളി ചിലപ്പോൾ സൺറൈസേഴ്സിന് പിടിക്കാമായിരുന്നു. പക്ഷേ ഇന്നത്തെ കളി അത് LSGക്കുള്ളതാണ്. അവർ കളി ജയിച്ചു, പന്ത് കളി ഫിനിഷ് ചെയ്തു. അപ്പോൾ എന്തായാലും സൺറൈസേഴ്സിൻ്റെ കേസിൻ്റെ പ്രശ്നം ഇതാണ്, സൺറൈസേഴ്സിൽ ബോളേഴ്സ് ഇല്ല. അവരെത്ര വലിയ ഹിമാലയൻ ടോട്ടൽ എടുത്താലും ബോളേഴ്സ് ഇല്ല അവരുടെ കയ്യിൽ. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ സ്കോർ വയ്ക്കുമ്പോൾ പിന്നെ പറയണോ? പിന്നെ LSG ആയതുകൊണ്ടാണ് പിന്നെയും ഒന്ന് സ്ട്രഗിൾ ചെയ്ത് ആ സ്കോറിലോട്ട് എത്തിയത്. അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് എത്താവുന്ന ഒരു സ്കോർ തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് ഷമിയുടെ തിരിച്ചു വരും. അതായത് നമ്മൾ ക്രിക്കറ്റ് കാണാൻ തുടങ്ങിയ ഈ ജനറേഷനിലെ പിള്ളേരൊക്കെ ക്രിക്കറ്റ് കാണാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഇന്ത്യയുടെ ഫാസ്റ്റ് ബോളിങ്ങിൽ മുന്നിൽ നിൽക്കുന്നൊരു പ്ലെയറാണ് ഷമി. കഴിഞ്ഞ വേൾഡ് കപ്പ് വരെ ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് പരിക്ക് കാര്യങ്ങൾ കാരണം ഇന്ത്യൻ ടീമിൽ നിന്ന് അദ്ദേഹം പുറത്താവാനുണ്ടായത്. എന്തായാലും ഷമിയുടെ തിരിച്ചു വരും എന്ന് പറയുന്നത് പേഴ്സണലി വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പഴയ ആ ഒരു വീറോട് കൂടിയൊക്കെ തന്നെ അദ്ദേഹം ഓപ്പണിംഗ് സ്പെല്ല് എറിയുന്നു. വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ബാറ്റ്സ്മാൻമാർ അദ്ദേഹത്തെ കളിച്ചിരുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ മത്സരം അത് ഷമിക്കുള്ളതാണ്, ഷമീരുടെ ഡേ ആണെന്ന്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് സെക്കൻഡ് മാച്ച് RC vs CSK ആണ്. മാച്ച് ഇപ്പോൾ ഓൺഗോയിങ് ആണ്.
അപ്പോൾ എന്തായാലും ഇതിൻ്റെ വീഡിയോ നമ്മൾ അടുത്തായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലും നമുക്കിനിയും കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മൾ ഗ്രോ ആയാലേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും താങ്ക് യു.